ഭാഷയെക്കുറിച്ചാവാം ഇന്നത്തെ ഡിസ്കഷൻ. വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഉന്നത സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ മനുഷ്യ ജീവിതവും ഇന്ത്യൻ ഭാഷകളും എന്നൊരു വിഷയത്തെക്കുറിച്ച് നാളെ ഒരു ടോക്കുണ്ട്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെയാണ്. എനിക്ക് തോന്നി നല്ലൊരു വിഷയമാണ്. മലയാള ഭാഷയുടെ പ്രത്യേകത, സംസ്കൃതത്തിൻ്റെ പ്രത്യേകത, ഹിന്ദി, തമിഴ്, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജായ തെലുങ്ക്, അതിൻ്റെയൊക്കെ കഥകളൊന്ന് പറയാമെന്ന് തോന്നി. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇന്ത്യക്ക് ഭരണഘടനാപരമായി ഒരു ദേശീയ ഭാഷയില്ല. പല ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഹിന്ദി ഇന്ത്യൻ ദേശീയ ഭാഷയാണ് എന്ന് എഴുതിയതിന് എതിരെ പണ്ട് ഒരു ഹനുമാൻ ചൗധരി എന്ന് പറയുന്ന ഒരാൾ, TCSൻ്റെ ഒക്കെ അഡ്വൈസറി ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, ടെലികമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാനായിരുന്ന ഒരാൾ, ഞാനുമൊക്കെ ആയിട്ട് കുറേ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നടത്തുകയും അദ്ദേഹം ഒരു പബ്ലിക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് CBSEക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ട് ഹിന്ദി ഇന്ത്യൻ ഭാഷ ദേശീയ ഭാഷയാണ് എന്ന് പറയുന്നത്. അത് തെറ്റാണ്, ഭരണഘടനാപരമായി ശരിയല്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ 343 അനുച്ഛേദ പ്രകാരം ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷയാണ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യൻ യൂണിയൻ. പക്ഷേ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷും തുടരുന്നുണ്ട്. ഇംഗ്ലീഷ് വേണ്ടാന്ന് വെച്ചിട്ടില്ല. അപ്പോൾ 2 ഒഫീഷ്യൽ ലാംഗ്വേജാണ് ഉള്ളത്. അപ്പം നമ്മളൊക്കെ ഓഫീസിൽ എല്ലാ നോട്ടീസുകൾ പോലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടെ വേണം. ചില ഹിന്ദി ലാംഗ്വേജ് പോപ്പുലറൈസ് ചെയ്യാനുള്ള കമ്മിറ്റികളൊക്കെ ഉണ്ട്. അവർ ഹിന്ദിയിൽ ഒപ്പിട്ടാൽ ഇൻക്രിമെൻ്റ് തരുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അത് തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗിക ഭാഷാ നിയമം വന്നത് ഞാൻ ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പ് 1963 അപ്പോൾ ഹിന്ദിക്ക് എപ്പോഴാണ് അംഗീകാരം ലഭിച്ചത്? ഈ മാസം തന്നെയാണ്, എന്ന് വെച്ചാൽ വരാൻ പോകുന്ന മാസം സെപ്റ്റംബറിൽ 1949 സെപ്റ്റംബർ 17 ഭരണഘടന നിയമനിർമ്മാണ സഭ ഹിന്ദി കേന്ദ്രീയ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. അപ്പോൾ ഇനി ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്കും സെപ്റ്റംബർ 14 ദേശീയ ഭാഷയല്ല, ഭരണഘടന നിർമ്മാണ സഭ ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത് ഒരു ആനുവൽ ഡേ വരാൻ പോകുന്നുണ്ട്. 1949 സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്കും എല്ലാ വർഷവും സെപ്റ്റംബർ 4 ഹിന്ദി ദിവസമായിട്ട് ആചരിക്കാറുമുണ്ട്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് 1950 അതിനുശേഷമാണ്, ജനുവരി 26 എന്ന് വെച്ചാൽ 3 മാസത്തിന് ശേഷം ഏകദേശം. അപ്പോൾ അന്ന് മുതൽ ഈ വ്യവസ്ഥ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയല്ല, ഔദ്യോഗിക ഭാഷയാണെന്ന് നമ്മൾ പറഞ്ഞു. തമിഴ്, മലയാളം, സംസ്കൃതം ഒരു ജനറലായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള നമ്മുടെ അയൽപക്കവും പിന്നെ തെലുങ്കും, ഈ 2-3 ഭാഷകളെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഭരണഘടനയുടെ 8ാം പട്ടികയിലെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിക്കൽ ഭാഷ പദവി ഹിന്ദിക്ക് നൽകിയത് ഞാൻ പറഞ്ഞല്ലോ, അംഗീകാരം കിട്ടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴാണ്. അപ്പോൾ 1950 ജനുവരി 26 മുതൽ ഭാഷാ പദവി നൽകിയിട്ടില്ല, ഔദ്യോഗിക ഭാഷാ പദവി നൽകിയിട്ടുണ്ട്. 8ാം പട്ടികയിൽ ഭാഷ അംഗീകരിക്കുന്ന ക്ലാസിക്കൽ ഭാഷാ പദവി അങ്ങനെയാണ് കിട്ടുക. തമിഴിന് 1950 ജനുവരി 26 എപ്പോഴാണോ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് അന്ന് മുതൽ ഭാഷാ പദവി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക നാഷണൽ ഭാഷയായിട്ട് അംഗീകരിച്ചത് 2004 ഒക്ടോബർ 12 സംസ്കൃതം ഇതേപോലെ തന്നെ 1950 ജനുവരി 26 മുതൽ മലയാളവും. കാരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ വിഭജിച്ച സമയത്ത് തന്നെ ഇവ ഭാഷകൾ അംഗീകരിച്ചു. പക്ഷേ നാഷണൽ ഭാഷയായിട്ട് അംഗീകരിച്ചത് 2005 സംസ്കൃതം, 2004 തമിഴ് അംഗീകരിച്ചതിന് ശേഷമാണ് സംസ്കൃതം പോലും അംഗീകരിച്ചത്. അത് ഒക്ടോബർ 12 നവംബർ 25 ഒക്കെയാണ്. മലയാളം 2013 ഓഗസ്റ്റ് 8
അപ്പോൾ ഒരു 10-13 വർഷം മാത്രമേ ആയിട്ടുള്ളൂ മലയാളത്തെ ഇന്ത്യയുടെ ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചിട്ട്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതാണ്. ഹിന്ദി, തമിഴ്, മലയാളം, സംസ്കൃതം ഇവയെല്ലാം ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 14ാമത്തെ ഭാഷ ആയിട്ട് മലയാളവും വന്നിട്ടുണ്ട്. ഭരണഘടനാപരമായി അംഗീകാരം ഹിന്ദിയേക്കാൾ വൈകി ലഭിച്ചിട്ടുള്ള കുറേ ഭാഷകൾക്ക്, ആകെ 22 ഭാഷകൾ, അവർക്കൊക്കെ ഹിന്ദിക്ക് ശേഷമാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ തമിഴാണ്, 2004. സംസ്കൃതം 2005. തെലുങ്കും കന്നഡയൊക്കെ 2008 പറയാൻ വിട്ടുപോകുന്നത്. 3 വർഷം കഴിഞ്ഞിട്ട് 2008 സംസ്കൃതത്തിന് ശേഷം. മലയാളം 2013. ഒറീസ 2014. മറാഠി, ആസാമീസ്, ബംഗാളി, പാലി, പ്രാകൃതമായിട്ടുള്ള ഭാഷകൾ ഇവയൊക്കെ ചേർന്ന് ഇപ്പോൾ ഇന്ത്യയിൽ 11 ക്ലാസിക്കൽ ഭാഷകളുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക പട്ടികയാണ് ഇവയൊക്കെ, സാംസ്കാരിക പട്ടികയാണ്. അപ്പോൾ സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യമാണ് ഭാഷ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ അംഗീകരിക്കുന്ന ഭാഷയിൽ അംഗീകരിക്കപ്പെടുന്ന ഭാഷകൾ വളരെ പ്രാധാന്യമുള്ള ഭാഷകളായിട്ട് നമ്മൾ കരുതാറുണ്ട്. പക്ഷേ ഇതൊന്നും ഔദ്യോഗിക ഭാഷയല്ല. ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ഔദ്യോഗിക ഭാഷയുള്ളൂ. ഓരോ സ്റ്റേറ്റിനും അവരുടെ ഔദ്യോഗിക ഭാഷ ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ ഈ റെയിൽവേയിലൊക്കെ കാണുന്ന സമയത്ത് ആ സ്റ്റേറ്റും എഴുതിയിട്ടുണ്ടാവും, ഹിന്ദി എഴുതിയിട്ടുണ്ടാവും, ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ടാവും. ഇന്ത്യൻ ദേശീയ ഭാഷ ഇല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഹിന്ദി ഔദ്യോഗിക ഭാഷയാണെന്ന് മനസ്സിലാക്കണം. തമിഴ്, മലയാളം, സംസ്കൃതം ഇവയൊക്കെ ക്ലാസിക്കൽ ഭാഷകളാണ്. ആ ക്ലാസിക്കൽ ഭാഷാ പദവി ആദ്യം കിട്ടിയിട്ടുള്ളത് തമിഴിനുമാണ്. അപ്പോൾ പ്രാധാന്യമുള്ള തമിഴാണ്. ഓഗസ്റ്റ് മാസത്തിൽ വന്നിട്ടുള്ള വേറെ ചില ഭാഷകൾ, മണിപ്പൂരി ഭാഷാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ 20 കഴിഞ്ഞ് 27, 28-ാം തീയതിയൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് സംസാരിക്കുകയും ഈ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. 1992 മണിപ്പൂരി ഭാഷയുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 8ാം പട്ടികയിൽ 343-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മണിപ്പൂരി ഭാഷ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ആചരിക്കുന്നതും ഒക്കെ. സാംസ്കാരികമായിട്ടുള്ള മണിപ്പൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിലുള്ള ഒരു പ്രഗത്ഭമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. ഇനി നോർത്ത് വെസ്റ്റിൽ നോക്കിയാൽ ഗുജറാത്ത് ഓഗസ്റ്റ് 14-ാം തീയതിയാണ്. അത് പ്രശസ്ത കവിയും ഒക്കെ ആയിട്ടുള്ള വീർ നർമ്മദിൻ്റെ ജന്മവാർഷികമായിട്ടാണ് ഗുജറാത്തുകാർ ആഘോഷിക്കുന്നത്. ആ ദിവസത്തിനെയാണ് അവർ പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. ഇനി ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ, ഇപ്പം തെലങ്കാനയിലാണ്, പക്ഷേ ആന്ധ്രയും തെലുങ്കും സംസാരിക്കുന്ന ഒരേ ഭാഷയാണ്. അത് ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. പ്രമുഖ ഭാഷാ പണ്ഡിതനായിട്ടുള്ള കവിയൊക്കെ ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ഗിഡുഗു വെങ്കട രാമമൂർത്തി കഴിഞ്ഞ വർഷം അത് ആഘോഷിക്കുന്ന സമയത്തുള്ളൊരു പിക്ചറുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അയച്ചു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. വെങ്കട രാമമൂർത്തി വാർഷികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം, അദ്ദേഹത്തിൻ്റെ ജന്മദിവസമാണ് തോന്നുന്നു. അതെ, ഭാഷാദിനമായിട്ട് ആദരസൂചകമായിട്ട് ഈ ദിവസം ആചരിക്കുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ ദിവസം തെലുങ്ക് ഭാഷയുടെ പൈതൃകം, സാഹിത്യം, സംസ്കാരം ഇവയൊക്കെ ആദരിക്കപ്പെടുന്ന ഭാഷകളോടുള്ള പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും ഉന്നത സാങ്കേതിക വിദ്യയൊക്കെയുള്ള AI ഒരു കാലഘട്ടത്ത് മനുഷ്യൻ്റെ ജീവിതം ഇന്ത്യൻ ഭാഷകളിൽ, മറ്റ് ഭാഷകളിലൊക്കെ AI കാലത്ത് വിവർത്തനം സോഫ്റ്റ്വെയറിലൂടെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഭാഷ കേട്ടാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഇയർപോഡുകളും അതുപോലെ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷകളും നമ്മുടെ പാർലമെൻറ്റിലും നമ്മുടെ സഭകളിലൊക്കെ, അത് സ്റ്റേറ്റുകളിലായാലും സെൻട്രലായാലും യൂണിയനിലായാലും വിവർത്തനം വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഭാഷകൾ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഓരോ ഭാഷകൾക്ക്, സംസ്കാരങ്ങൾക്ക്, ജീവിതാനുഭവങ്ങൾക്ക്, ബന്ധങ്ങൾക്ക് ആഴം ഭാഷകളിലൂടെ സാധിക്കുമോ? വിവർത്തനം ചെയ്ത് ഭാഷ പഠിക്കുന്ന സമയത്ത് യന്ത്രവൽകൃതമായ ആശയങ്ങൾ പൊതുവെ അർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ മനസ്സിലാക്കാൻ
അന്യോന്യം ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു കാലത്ത് ഒരു ആതിഥ്യ മര്യാദ, ബന്ധുത്വം ഒക്കെ നമുക്ക് കൂട്ടിയുറപ്പിക്കാൻ ഭാഷയ്ക്കുള്ള പ്രാധാന്യം, അത് കവിഞ്ഞിട്ടുള്ളൊരു പ്രാധാന്യം ഇപ്പം നമ്മൾ കൽക്കട്ട കാലമാണോ എന്നാണ് ചോദ്യം. ആശയം നേരിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ, മനുഷ്യരുമായി വ്യക്തമായി ബന്ധം സ്ഥാപിക്കാൻ ശേഷിയുണ്ട്. ഇപ്പം എനിക്ക് സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും ഭാഷകൾ, ഗുജറാത്തി കുറച്ച്, ബംഗ്ല കുറച്ച്, ഇംഗ്ലീഷ്, പണ്ട് ജർമ്മനിയൊക്കെ റഷ്യനൊക്കെ പഠിച്ചിരുന്നു. മറ്റൊരു സമൂഹത്തിൻ്റെ ചിന്താരീതി തിരിച്ചറിയണമെങ്കിൽ അവിടുത്തെ കൾച്ചർ പഠിച്ചാൽ പോരെ. സാഹിത്യവും ചരിത്രവും കലയും നർമ്മവും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന, ആസ്വദിക്കാൻ സാധിക്കുന്ന, സിനിമയൊക്കെ കൃത്യമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന, മറാഠി അടക്കം ഞാൻ സിനിമ ആസ്വദിക്കും, പക്ഷെ എനിക്ക് സംസാരിക്കാൻ തീരെ പറ്റാത്തൊരു ഭാഷയാണ്, ശ്രമിച്ചിട്ടും തോറ്റുപോയതാണ്. അപ്പോൾ തെറ്റായ വിവർത്തനങ്ങളും സാംസ്കാരികമായിട്ടുള്ള തെറ്റിദ്ധാരണകളും ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തിനാണ് ഈ ഭാഷയുടെയൊക്കെ പ്രാധാന്യം? അപ്പോൾ ഹിന്ദി ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കേൾക്കുന്നതൊക്കെ ഞാൻ പറയുന്ന ഉദ്ദേശം മനസ്സിലാവും. തെലുങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പം വ്യത്യസ്തമായ അർത്ഥങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും വിവർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഭാഷയ്ക്ക് ഇത്രയൊക്കെ പ്രാധാന്യമുണ്ടോ? ചില സംസ്കാരങ്ങളിൽ സത്യസന്ധമായിട്ട് കവിതകളും സിനിമാ പാട്ടുകളും ഒക്കെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കൊളോക്കിയലായിട്ടുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കണമെങ്കിൽ, ചിലപ്പോൾ അതിൻ്റെ ആക്സൻ്റ് ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ, പഴഞ്ചൊല്ലുകൾ പറയണമെങ്കിൽ, ഉപമകൾ പറയണമെങ്കിൽ, നർമ്മം പറയണമെങ്കിൽ, പഴയ ധാരണകളും പഴയ ഉദാഹരണങ്ങളൊക്കെ പറയണമെങ്കിൽ ചിലപ്പോൾ പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഭാഷ അറിയാതെ വാക്കുകൾ കേൾക്കുകയും സംസ്കാരങ്ങൾ അറിയുകയും ഉദ്ദേശങ്ങൾ വ്യത്യസ്തമായി മാറിപ്പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അന്യോന്യം ഒരു വിശ്വാസക്കുറവുണ്ടാവും. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പലരും, ഇൻക്ലൂഡിങ് കളക്ടർമാർ, ഓരോ സ്റ്റേറ്റിലും എത്തുമ്പോൾ അവിടുത്തെ ഭാഷ പഠിക്കാനുള്ള സ്പെഷ്യലായിട്ട് അവരെ പഠിപ്പിക്കണം. ആനന്ദബോസ് ബംഗാളിൽ ഗവർണറായി പോയ അന്ന് മുതൽ ബംഗ്ല നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ച ഒരാളാണ്. പഠിക്കാൻ ശ്രമിച്ചു, പഠിച്ചു, കുറച്ചൊക്കെ പഠിച്ചു, അതിൽ വ്യാപൃതനായിട്ട്. പക്ഷേ കൾച്ചറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വ്യാപാരങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ മലയാളികളും എത്ര അസലായിട്ടാണ് അറബി പറയുന്നത്, ഉറുദു പറയുന്ന എത്രയോ ആന്ധ്ര, തെലുങ്കാനയിലൊക്കെ ഉറുദുവാണ്. ഹിന്ദിനേക്കാളും നന്നായിട്ട് ഉറുദു സംസാരിക്കുന്ന കുറേ ആൾക്കാർ നമുക്കറിയാം. അവരുടെ ഹിന്ദി ഉറുദു മിക്സ് ഹിന്ദിയാണ്. സാമൂഹികമായി ഒരാളെ കീഴ്പ്പെടുത്താനും ലീഡർഷിപ്പ് കിട്ടാനും ഭാഷ സംസ്കാരത്തിൻ്റെ ഭാഗമായി, സംസ്കാരത്തിൻ്റെ പ്രാധാന്യത്തോടു കൂടി മാധ്യമമായി സമൂഹത്തിൻ്റെ ചരിത്രവും ജീവിത രീതിയും വിശ്വാസവും ആചാരങ്ങളും നർമ്മവും ദുഃഖവും പ്രാർത്ഥനയും ഒക്കെ മനസ്സിലാക്കാൻ, ഒരു ഗുരുവിനെ മനസ്സിലാക്കാൻ, പ്രസാദം കിട്ടാൻ വേണ്ടി, സേവ ചെയ്യാൻ വേണ്ടി, സംസ്കാരം ചെയ്യാൻ വേണ്ടി, അല്പം ആത്മീയത കലർത്താൻ വേണ്ടി. ഇപ്പം ഞാൻ ഇത്രയും കൊല്ലം കേരളത്തിൽ വെളിയിലാണ്, തെലുങ്ക് നാട്ടിലാണ്. പക്ഷെ എനിക്ക് മലയാളത്തിൽ എന്നെ മനസ്സിലാക്കുന്ന അത്രയും ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച അത്രയും ആൾക്കാർ എന്നെ അത്ര പെട്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി തെലുങ്ക് നന്നായിട്ട് സംസാരിച്ചത് സാധിക്കുന്നില്ല, ശ്രമിച്ചിട്ടും ഞാൻ പരാജയപ്പെടുക ചെയ്തു. അപ്പം ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. സാമൂഹികമായ, ദാർശനികമായ, ആത്മീയമായ അനുഭവങ്ങളുടെ പ്രതീകങ്ങളായി മാറണമെങ്കിൽ ഭാഷ മനസ്സിൽ നിന്ന് വരണം. ഭാഷ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ബിസിനസ്, ഐ ക്യാൻ ഡു ബിസിനസ് വിത്ത് ദാറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വാക്കുകൾ നമുക്ക് ഉണ്ടായാൽ കാര്യങ്ങളൊക്കെ നടത്താം. ഞാൻ സാധാരണ പറയുന്ന 3-4 വാക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ എവിടെ അങ്ങേ ഇങ്ങേ എങ്കെ അല്ലി ഇല്ലി എല്ലി അക്കടെ ഇക്കടെ എക്കടെ ഇവിടെ ഇവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമായിരിക്കും. അല്ലി ഇല്ലി എല്ലി എന്നൊക്കെ പറഞ്ഞാൽ ഇതർ ഉദർ ഇതർ ഹിയർ ദർ എന്ന് പറഞ്ഞാൽ ഈ ഭാഷകളിലൊക്കെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ അത് പോരാ. ഞാൻ ഒരു പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഇപ്പം ഈ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് പോലെ തെലുങ്കിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരും. ബാക്കി ഭാഷകളിലൊന്നും എനിക്ക് സാധിക്കില്ല. തമിഴിലും ഇത്ര ബുദ്ധിമുട്ടാണ് എനിക്ക്. അറിയാതെ ഇംഗ്ലീഷ് കടന്നു വരും, മലയാളം ചിലപ്പോൾ കടന്നു വരും. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചാൽ, വ്യാപാരങ്ങൾ നടത്താൻ ബിസിനസ്സിന് ആവശ്യമാണെങ്കിൽ പോലും ആരോഗ്യ സംരക്ഷണത്തിന്, ബാങ്കിൽ, വിദ്യാഭ്യാസത്തിന്, നിയമം, കൃഷി, ഭരണനിർവഹണം, ഇതിനൊക്കെ അതുകൊണ്ട് IAS ഭാഷ പഠിക്കുന്നത്. ഇന്ത്യൻ ഭാഷകളിൽ ഡിജിറ്റൽ സേവനം ഇല്ലാത്തൊരു കാലത്തും കൃത്യമായിട്ട് പഠിക്കാൻ ആൾക്കാർക്ക് സാധിച്ചു. ഡിജിറ്റൽ സേവനം വന്നതുകൊണ്ട് ഇതിനുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയോ എന്നാണ് എൻ്റെ തോന്നൽ. അപ്പം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും ഭാഷ നമ്മുടെ ഭാഷയിൽ നിന്ന് നിർമ്മിതി ബുദ്ധി എന്ന് പറയുന്ന AI പരിശീലനത്തിന് മതിയായ പ്രാധാന്യം നേടുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ തലമുറയുടെ തൊഴിൽ സംരംഭകരുടെ
കഴിവ് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഭാഷയെ കുറച്ചും കൂടി നന്നായിട്ട് സുലഭമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടെന്നുള്ളത് ശരി, പക്ഷെ നമ്മുടെ വിവർത്തനം സാങ്കേതിക വിദ്യ നിരസിക്കുന്ന ഒരു നമ്മുടെ എത്ര ലാഘവത്തോടു കൂടി നമ്മളെ സുലഭമായി പറയുന്നത് പോലെ പറ്റാത്തതുകൊണ്ട് പലർക്കും ചിലപ്പോൾ നിരസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മനുഷ്യൻ പഠിച്ചു പറയുന്നത് പോലെയല്ല ഒരു മിഷ്യൻ പറയുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എഐയുടെ കാലത്ത് ഇത് വളരെ സുലഭമായി, വളരെ നന്നായി, വളരെ വ്യക്തമായി പറയുന്ന തരത്തിലൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. വളരെ കാഷ്വലായി, നാച്ചുറലായിട്ട് ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ലക്ഷ്യമെന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഭാഷകളെ വിവർത്തനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും സാംസ്കാരികപരമായിട്ടുള്ള, മാനുഷികമായിട്ടുള്ള ജീവിതത്തിൻ്റെ സരണികൾ മനസ്സിലാക്കാൻ വേണ്ടിയും ചിന്തകളുടെ ഭാവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും ജനങ്ങളോട് ഇടപെടുന്ന സമയത്ത് ഉന്നത സാങ്കേതിക വിദ്യകൾ എത്ര ഉയർന്നാലും മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ അവരുടെ ഭാഷകൾ തന്നെ വേണം. ഇപ്പം ഞാനൊരു മലയാളിയോട് മലയാളി സംസാരിക്കുമ്പോഴുള്ള ഒരു താതാത്മികത ഒരു ബിസിനസ്സുകാരനെ മനസ്സിലാക്കുന്ന സമയത്ത് മലയാളിയാണ് എന്നുള്ള. ഇപ്പം എനിക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ കിടപ്പിലായി, ഞാൻ തമിഴ്നാട്ടുകാരനെ വിളിച്ച് പറയുന്നതിനേക്കാളും നല്ലത് മലയാളി വിളിച്ച് പറയാം എൻ്റെ നാട്ടുകാരനാണ്, ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ നാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാഷ പറയുന്നത് കൊണ്ടാണ്. ആ ഭാഷയാണ് നാട്ടിൻ്റെ വിഭജനം. ഒരു കത്തി ഡോക്ടറുടെ കയ്യിൽ കിട്ടുമ്പോൾ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാം, അത് വേറെ പല സംഭവങ്ങൾക്ക് ഉപയോഗിക്കാം. ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തീ തന്നെയാണ് വീടിനെ ചുട്ടുകരിക്കാൻ ഉപയോഗിക്കുക. ഭാഷ അറിഞ്ഞതുകൊണ്ട് തെറ്റായിട്ട് ഉപയോഗിച്ച് മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഷാ വിവർത്തനം ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ഉയർന്നു നിൽക്കുന്നതിന് പകരം താഴ്ത്താൻ ശ്രമിക്കുന്ന ഈ ലോകത്ത് യന്ത്രത്തിൻ്റെ ഭാഷാ പരിവർത്തനം കൊണ്ടുണ്ടാകുന്ന കുറ്റങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വപരമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളിൽ ഉത്തരവാദിത്വപരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ ബിസിനസ്സുകളിലൊക്കെ ആൾക്കാരെ പറ്റിക്കപ്പെടാനും, ആൾക്കാരെ നമ്മളിപ്പം AI ഉപയോഗിച്ചിട്ട് ആൾക്കാരെ സംസാരിക്കുമ്പോൾ ഇയാൾ മലയാളിയാണെന്നുള്ള ധാരണയിൽ നമ്മൾ വളരെ വെട്ടിത്തുറന്ന് പറയുന്ന സംഭവങ്ങൾ ചിലപ്പോൾ മലയാളിയേ ആവില്ല. അയാൾ AI എന്നുള്ള മുഖം കാണിച്ചുകൊണ്ട് നമ്മളെ വഞ്ചിക്കുകയാവും. അപ്പോൾ ഡിജിറ്റലി നമ്മൾ തപ്പി നോക്കുന്ന സമയത്ത് പണ്ട് മലയാളം സംസാരിക്കുന്ന ഒരാളാണെന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് മലയാളികളുടെ ഇടയിൽ വേണമെങ്കിൽ പോലീസുകാർക്ക് തപ്പിയാൽ മതി. ഇപ്പം ഇന്നും അതുപോരാ, ലോകത്തിൻ്റെ എല്ലായിടത്തും പോയിട്ട് തപ്പേണ്ടി വരും. ഒരു ഡിജിറ്റൽ അസമത്വം വരുന്ന സമയത്ത്, വ്യാജ സന്ദേശങ്ങൾ വരുന്ന സമയത്ത്, വ്യാപാരങ്ങളിൽ വിവര സാങ്കേതിക വിദ്യകളുടെ സുരക്ഷകളുടെ ആശയക്കുഴപ്പങ്ങളുടെ ഒക്കെ കാലത്ത് അപരിചിതമായ ആൾക്കാരുകൾ ഇടപെടുകയും അതിന് നമ്മൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കി ഉപഭോക്താക്കൾക്ക്, ബിസിനസ്സിൽ ഇടപെടുന്നവർക്ക് കുറ്റങ്ങൾ തരത്തിൽ ആൾക്കാരെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും വിശ്വാസം ഭാഷയുടെ പേരിലാണെങ്കിൽ, ഞാനൊരാളെ റെഫർ ചെയ്യുന്നത് സഹായിക്കുന്നത് ഭാഷയുടെ പേരിലാണെങ്കിൽ അത് ചിലപ്പം തെറ്റായ ധാരണകൾ ഉണ്ടാക്കും. സംസ്കാരം എന്ന് പറയുന്നത് ഭാഷയുടെയാണ്, ചിന്ത ഭാഷയുടെയാണ്, വികാരങ്ങൾ ഭാഷയുടെയാണ്, മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഭാഷയുടെ അവതരണത്തിലാണ്. ഇതൊക്കെ പൊട്ടിപ്പോവും, പാളീസായി പോവും. അപ്പോൾ ആശയം, പങ്കാളിത്തം, ഹൃദയബന്ധം, ആത്മീയത എന്നൊക്കെ പറയുന്നത് ഭാഷകൾക്ക് അതീതമായി മാറേണ്ടുന്നൊരു കാലത്ത് തത്വചിന്തകളും സംഗീതവും നാടോടി പല സിനിമകളുണ്ട്. ഇപ്പം വളരെ പ്രസിദ്ധമായ ചില തെലുങ്ക് സിനിമകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, പാട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഡയലോഗുകൾ പറ്റും. പറ്റാത്തത് കൊണ്ട് ഡബ് ചെയ്യപ്പെടാത്ത സിനിമകളുണ്ട്. അപ്പോൾ അവിടെ എത്ര തന്നെ AI ഉപയോഗിച്ചാലും ആ പാട്ടുകളൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, ഗുജറാത്തി, ബംഗാളി, പഞ്ചാബി, ആസാമീസ്, ഒറിയ, ഉറുദു, കാശ്മീരി, ഇന്ത്യയിലെ വിവിധ ഗോത്രങ്ങളിൽ ഗോത്രവർഗക്കാരുടെ വേർതിരിവുകൾ മതിലുകളിലോ ഭാഷയിലോ അല്ല, സംസ്കാരത്തിലാണ്. ആ സംസ്കാര ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരുടെ സ്ലാങ്ങുമായിട്ട്. ഭാഷ ചിലപ്പോൾ പഠിക്കാൻ പറ്റും, പക്ഷെ സ്ലാങ് പഠിക്കാൻ പറ്റില്ല. സ്ലാങ്ങുകൾ പിടുത്തം കിട്ടും നമുക്ക് ഇവരെ ആരിലാണെന്ന്. ഭരണകൂടങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ തരത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ റീജിയനും റിലീജിയനും കാസ്റ്റും കൾച്ചറും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഭാഷയിലുള്ള വ്യത്യാസം മതി എന്ന ഒരു ലോകത്ത് നിന്ന് ഭാഷ നിർവഹണം എന്നത് ഔദ്യോഗികമായിട്ടുള്ള ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷ മാത്രം മതി, ബാക്കി ഭാഷകളിലൊക്കെ മതി പോരാ എന്ന് വിചാരിക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് ആ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ആപ്പുകൾ
നമ്മളിപ്പോൾ കാണും വ്യത്യസ്തമായിട്ടുള്ള ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് ഭാഷകളിലാണ് വേണ്ടത്. അതിപ്പം നമ്മുടെ സ്വിഗ്ഗി ആയാലും ഓർഡർ ചെയ്യുന്ന എല്ലാ ആപ്പുകളും, ഭക്ഷണം കൊടുക്കുന്നതായാലും മാർക്കറ്റിൽ ഉപയോഗിക്കുന്നതായാലും, അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ അവരുടെ ഭാഷകളിലാവുമ്പോഴാണ് അവർക്ക് മാർക്കറ്റ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാർട്ടുകളും എല്ലാ ആപ്പുകളും, ഉദാഹരണത്തിന് ടാക്സി എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഭാഷകളിൽ വേണമെന്നില്ല, ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ മതി, ടാക്സിക്കാരന് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ഭാഷ മലയാളമാവുന്ന സമയത്ത് മലയാളികളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആദരവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വഞ്ചിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത്. അതുകൊണ്ട് ഭാഷകൾക്ക് എഴുതാനും മനസ്സിലാക്കാനും മാത്രമല്ല, ഒരു വിശ്വാസ്യതയുടെ എന്തോ ഒരു പങ്ക് അതിനകത്തുണ്ട്. അതുകൊണ്ട് പ്രായമായ ഒരാൾക്ക് ഭാഷ ഡിജിറ്റൽ ബാങ്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മളിപ്പോൾ വിചാരിക്കും ഒരു 10-60 വയസ്സ് വരെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് എളുപ്പം പറ്റുമായിരിക്കും. നമ്മുടെ പോപ്പുലേഷൻ ഒരു 20% ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള കുറേ ആൾക്കാർ, ഇത്തരം ട്രാൻസ്ലേറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആപ്പുകളിൽ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഭാഷകളിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അവരുടെ വിശ്വാസ്യത ഏറ്റെടുത്താൽ മാത്രമേ അവർ ട്രാൻസാക്ഷൻസ് നടത്തുള്ളൂ. അതുകൊണ്ട് ഡാറ്റ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭാഷക്കാരൻ ചോദിക്കുമ്പോൾ കൊടുക്കാത്ത, വിവരം കൊടുക്കാത്ത, ആവശ്യങ്ങളുടെ ഡാറ്റകൾ ഷെയർ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അത് ചോദിക്കുന്നത് അവരുടെ ഭാഷകളിലാണെങ്കിൽ എളുപ്പം അവർ കൊടുക്കും. അതേസമയത്ത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആകുന്ന സമയത്ത് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്ത ഒരാൾ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പോലും മടിക്കുമെന്നുള്ളതാണ്. കാരണം വിശ്വാസ്യതയുടെ ഒരു പ്രശ്നവും കൂടി നമ്മുടെ ഭാഷയിലുണ്ട്. അതുകൊണ്ട് AI ഉപയോഗിച്ചിട്ട് ആപ്പുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അവരുടെ മുമ്പിലെത്തുന്ന സമയത്ത് അവരുടെ ലോക്കൽ ഭാഷകളിലാവണം. ഇത് വളരെ സുലഭമായി ഗവൺമെൻറ്റിനും ബിസിനസ്, ബാങ്കിങ് പോലെയുള്ള സെക്ടറുകൾക്കും, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഭാഷ അവരുടെ ഭാഷയാണെങ്കിൽ അവർ തുറന്നു പറയും. കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ മെൻറ്ററിങ്ങിനോ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഈ ആന്ധ്രാപ്രദേശിൽ ചെയ്യാൻ പറ്റാത്ത, തെലുങ്ക് നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഭാഷ, എൻ്റെ ജന്മഭാഷ, എൻ്റെ മാതൃഭാഷ. ബാക്കിയെല്ലാം നമ്മൾ പറയാറുണ്ട്, ദിസ് മൈ മദർ ടങ് ആൻഡ് ദ അതർ വൺ ഈസ് മൈ അതർ ടങ്. ആ അതർ ടങ്ങിൽ എനിക്ക് പറ്റില്ല, വിജയിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് സാർത്ഥകമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള, പ്രാപഞ്ചികമായിട്ടുള്ള, പിതൃബന്ധമുള്ള എൻ്റെ ഭാഷ, പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ വെച്ചിട്ട് നടത്താൻ പറ്റില്ല. പിന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി ഭദ്രത വേണം, ബാങ്കിങ് സെക്ടറുകളെ എല്ലായിടത്തേക്കും എത്തുമെന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഭാഷ സംസാരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുപയോഗിക്കുന്ന ആപ്പുകൾക്ക് ആ ഭാഷകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന സമയത്ത് യുവസംരംഭകർക്ക് ഇപ്പം നഷ്ടപ്പെടുന്നത് അവരുടെ മാതൃഭാഷയാണ്. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മതി ലോകത്തെ ജീവിക്കാനെന്ന് ധരിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടത് പോരാ, നിങ്ങളുടെ മാതൃഭാഷ നിങ്ങൾ പഠിച്ചേ തീരൂ. അത് പഠിച്ചില്ലെങ്കിൽ വലിയ ഒരു പ്രധാന ലോകത്തിൽ നിന്ന് നിങ്ങൾ പിന്തള്ളപ്പെടും. ഇപ്പം ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന പോലെ എൻ്റെ മക്കൾക്ക് മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നത് പോലെ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന, കേരളം എന്ന് പറയുന്ന, മലയാളം എന്ന് പറയുന്ന, എനിക്ക് എത്ര സാങ്കേതികമായ ഇതുണ്ടെങ്കിലും ഭാഷാപരമായ എത്ര വ്യക്തത മറ്റ് ഭാഷകളിലുണ്ടെങ്കിലും എൻ്റെ നാട്ടിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന, എൻ്റെ കൾച്ചറിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന മാനവികതയുടെ ഭാഷ അത് നഷ്ടപ്പെട്ടു കളയരുത്. അതുകൊണ്ട് മാതൃഭാഷ പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നും, ഒന്നാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ മാനുഷികമായ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. ചെലവ് കുറക്കാൻ സാധിക്കും, സമയം ലാഭിക്കാൻ സാധിക്കും, ബിസിനസ് നടത്താൻ സാധിക്കും. പക്ഷേ ആത്മീയമായ, ആന്തരികമായ, മാനസികമായ, സാമൂഹികമായ ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ മനുഷ്യന് അത്യാവശ്യമായിട്ട് അവനവൻ്റെ ഭാഷ എന്ന് പറയുന്ന മാതൃഭാഷ പഠിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഔദ്യോഗികമായ ഭാഷ എന്ന് പറയുന്ന ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കുന്നതിനോടൊപ്പം അവനവൻ്റെ മാതൃഭാഷയായ എൻ്റെ ഭാഷ ഞാൻ സംസാരിച്ചേ തീരൂ. നമ്മുടെ പ്രതിജ്ഞകളൊക്കെ, നമ്മുടെ ചിന്തകളൊക്കെ, നമ്മുടെ കവിതകളൊക്കെ, നമ്മുടെ ഭാവിയൊക്കെ, നമ്മുടെ പ്രാപഞ്ചികമായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ള, ഇന്നിപ്പോൾ ഓണത്തിൻ്റെ ദിവസമാണ് ഞാൻ സംസാരിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് മലയാളികളല്ലാത്ത എത്ര പേര് ആഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ മലയാളം എന്ന് പറയുന്ന, മലയാളത്തിൻ്റെ ഭാഷയിൽ ഓണം എന്ന് പറയുന്ന ഭാഷ അടിസ്ഥാനത്തിലുള്ള, ചിലപ്പം ചരിത്രത്തിൽ മലയാളികൾക്ക്
മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ളവരല്ലോ. പക്ഷെ മലയാളം കൊണ്ട്, ഭാഷ കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ആചാരം, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ചിന്തകൾ അത് ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഹൃദയ ഭാഷയായി നമ്മുടെ ഭാഷ നിലനിൽക്കണം. അത് പഠിക്കണം, അതിനെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ജീവിതചര്യ, ഭാഷയുടെ ഭാവത്തോടുകൂടി, ഭാവനകളോടുകൂടി മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.